സുപ്രഭാതം. ഇന്നലെ കുറച്ച് പനിക്കോലുണ്ടായിരുന്നു, അതാണ് ഷർട്ട് ഇടാണ്ട് ഒരു വീഡിയോ ചെയ്ത്. കിടക്കായിരുന്നേ, ഗുളിക കഴിച്ച് കിടക്കായിരുന്നു. അതുകൊണ്ടാണ് കിടക്കയിൽ നിന്നൊരു വീഡിയോ ചെയ്തത്. 3-4 വീഡിയോ ചെയ്തു, ഇത് ഡിലീറ്റ് ചെയ്തു. എന്നാലും എൻ്റെ മൊബൈലിൽ കയറി ലൈവായിട്ട് കളിക്കുന്ന ഐറ്റികളുണ്ട് ഈ ലോകത്ത്, അതവിടെ നിൽക്കട്ടെ. ഇന്ന് കുറച്ച് പുരാണം പറയാമെന്ന് വിചാരിച്ചിട്ടാ. പുരാണം, ധ്യാനം. ഇതിൽ ധ്യാനങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ധ്യാനം പരമശിവൻ്റെ ധ്യാനമാണെന്ന് തോന്നുന്നു എനിക്ക്. നമ്മുടെ പിക്ചറുകൾ കാണുമ്പോഴേ ഈ പരമശിവൻ ധ്യാനിക്കണു, കഴുത്തിൽ പാമ്പ്, ഇരിക്കുന്നത് പുലിത്തോലിൽ, പിന്നെ കമണ്ടലു, പിന്നെ തലയിൽ ഗംഗ. ഈ ധ്യാനത്തിൻ്റെ സമയത്തും ഈ ഗംഗയും പരമശിവനും പ്രേമിക്കുന്നുണ്ടെന്ന് തോന്നണേ. അതിനിടയിൽ ധ്യാനിക്കുമ്പോൾ മുമ്പിൽ കൂടെ ഓരോ ശത്രുക്കളോ എന്തെങ്കിലും വരുമ്പോൾ ഈ കഴുത്തിലെ പാമ്പ് പത്തി ഇവിടെ അടുത്തുണ്ട്. ഇത് രണ്ടും ആളറിയുന്നുണ്ട്. എനിക്ക് തോന്നണു പരമശിവ അറിയണ്ടായിരിക്കണം, ധ്യാനത്തിലാണെങ്കിലും പ്രേമവും ശത്രുതയും. അപ്പോൾ ഈ ഗംഗാജലം തലയിലിരിക്കുന്നത് ഗംഗ, ഈ ജലം ഒഴിച്ചു കൊടുത്ത് ഈ നാഗത്തിനെ സംതൃപ്തിപ്പെടുത്തുന്നുണ്ടെന്നാണ് ആ ചിത്രത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. ധ്യാനം, പുരാണം വെറുതെ പറഞ്ഞത് മാത്രം. നമ്മുടെ ഒരു സങ്കല്പങ്ങളെ പഴഞ്ചനാണല്ലോ. ഹിന്ദുത്വ ഭയങ്കര പഴഞ്ചനല്ലേ. പിന്നെ ഒരു അതിരാത്രത്തെക്കുറിച്ചൊരു പുസ്തകം വായിച്ചപ്പോൾ ഒരു സാമവേദത്തെക്കുറിച്ച് കൈതപ്രം നോക്കട്ടെ കേട്ടോ. കൈതപ്രം വാസുദേവ നമ്പൂരി എഴുതിയ ചില വ്യാകുലതകൾ ഞാൻ വായിച്ച് കേൾപ്പിക്കാം. മുട്ടത്തുകാട്ടിൽ മാമുണ്ണ് ഇട്ടിരവി നമ്പൂതിരി സാമവേദത്തിൻ്റെ നാശോന്മുഖതയെക്കുറിച്ച് പറയുന്നത് കേൾക്കുന്നവർ. ഈ ആർച്ചികം, ഗ്രാമഗേയം, ആരണ്യകം, ഊഹം, ഊഷാണി എന്നിങ്ങനെ 5 വിഭാഗങ്ങളുണ്ട് സാമവേദത്തിന്. ആദ്യത്തെ 3 ആർച്ചികം, ഗ്രാമഗേയം, ആരണ്യകം ചേർന്നതാണ് സംഹിത. സംഹിത ചൊല്ലാനറിയുന്നവരായി 5 സാമവേദികൾ മാത്രമാണ് ഇന്നുള്ളതെന്നാണ് പറയുന്നത്. കേരളത്തിലാണോ ഇന്ത്യയിലാണോ എന്ന് എനിക്കറിയില്ല. ആൾ പറയുന്നു ഊഹം ചൊല്ലാൻ അറിയുന്നവർ 3 പേർ, ഊഷാണി ചൊല്ലാൻ ഇന്ന് ഞാൻ മാത്രമേ ഉള്ളൂ എന്നാണ് ആൾ പറയണത്. 80 വയസ്സായ ആ ഒരു യോഗി. ഭയങ്കര അറിവ് വേണ്ട ഒരവസ്ഥയിൽ ഇന്നൊരാളുള്ളൂ എന്നാണ് ആൾ പറയണത്. എന്തുകൊണ്ട് വേറെ ആളുകൾ ഉണ്ടായില്ല? അപ്പോൾ ഈ പെരുവനം പൂരം, ഈ 108 എഴുന്നള്ളിപ്പമ്പലങ്ങളിലെയും ഒരു സർക്കിളിൽ അതിരാത്രങ്ങളെ കുറിച്ച് ചിന്തിക്കുകയല്ല ചെയ്യേണ്ടത്. ശരിക്കും നേരം പോകാണ്ടിരിക്കേണ്ട ഹിന്ദുക്കൾ, പ്രത്യേകിച്ച് RSSകാരെ പോലുള്ള RSSനൊക്കെ ക്ഷേത്ര സംരക്ഷണ സമിതി, അങ്ങനെ ഒരുപാട് ഇതുണ്ട്. RSS ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ഞാൻ കേട്ടിട്ടില്ല. നമ്മളിപ്പോൾ രാജ്യത്തിൻ്റെ വേറെ കുറേ പ്രശ്നങ്ങളുണ്ട്. നമ്മളിപ്പോൾ രാഷ്ട്രീയത്തിലൊന്നും ഇറങ്ങണ പോലും ഇല്ല. പിന്നെ അന്നെനിക്ക് ഈ പാർട്ടിയിൽ ആരും മെമ്പർഷിപ്പ് പോലും തരില്ല, 2 രൂപയുടെ മെമ്പർഷിപ്പ് പോലും തരില്ല. കാലത്ത് എനിക്കുമ്പോൾ തന്നെ ഞാൻ എങ്ങനെ രാഷ്ട്രീയത്തിൽ ഇറക്കാണ്ടിരിക്കാമെന്നാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കണമെന്ന് തോന്നുന്നു. പൊളിറ്റിക്സ് അല്ല വിഷയം. ഇപ്പോൾ ഈ ധ്യാനം, പാമ്പ്. അപ്പോൾ ഈ അടുത്ത് ഇപ്പോൾ തൊഴിലുറപ്പ്, പണ്ടത്തെ മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് ഇപ്പോൾ GB റാം തൊഴിലുറപ്പ് പദ്ധതിയായി എന്നും തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെട്ടു എന്നും അങ്ങനെ ഒരുപാട് കംപ്ലൈൻറ്റുകൾ പറഞ്ഞു കേൾക്കണു. തൊഴിലുറപ്പ് നമുക്ക് പരിഹരിക്കാം. അതിനിടയിൽ നമ്മുടെ ഈ തൊഴിലുറപ്പ് പദ്ധതി വഴി, അതായത് കുറേ പറമ്പ് വച്ചിട്ട്
സംസാരിക്കുന്ന പാമ്പുകളുണ്ടായ സ്ഥലങ്ങൾ. ഈ കൃഷിയുടെയും അല്ലെങ്കിൽ നമ്മുടെ കായ്കനികളുടെയും അല്ലെങ്കിൽ കാർഷിക വിളകളുടെയും അസ്ഥിരത മൂലം കാട് പിടിച്ചെടുക്കുന്ന പറമ്പുകൾ. ഇത് കൂലി നൽകി, അല്ല 800-1000 രൂപ കൂലി നൽകി വെടുപ്പാക്കാനായിട്ട് മടിച്ചിരിക്കുന്ന കുറച്ച് മുതലാളിമാർ ഈ സ്റ്റാറ്റസ്, അടിമത്തം, ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലാളികളുടെ സന്തോഷം കാണാൻ പാടില്ല. അതുകൊണ്ടാണ് ഒരു പറമ്പ് വൃത്തി ആക്കേണ്ടിയിരിക്കുന്നതിൻ്റെ ഒരു കാരണം. സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത്, സംതൃപ്തി എന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ളത് മനുഷ്യ ജീവിതത്തിൽ എങ്ങനെ മനസ്സിലാക്കാൻ പറ്റും? അപ്പോൾ ഇന്ന് കാലത്ത് കേട്ടതാണ്, നമ്മളൊരു ചായക്കടയിൽ പോയപ്പോൾ ഒരു സ്ത്രീ വന്നിട്ട് ഇങ്ങനെ നമ്മുടെ ഈ തൊഴിലുറപ്പ് ഒന്നറിയാണ്ട് ഈ മുതലാളിമാരുടെ പറമ്പ് വൃത്തിയാക്കുക, വേലി കെട്ടി കൊടുക്കുക, ഇങ്ങനത്തെ പരിപാടികളിലേക്ക് ചുരുങ്ങിയെന്ന് പറഞ്ഞു. അപ്പം നാട്ടിലെ വഴിയരികിലെ കനാലുകൾ വൃത്തിയാക്കാറുണ്ടായിരുന്നു, കൃത്യമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മളൊരു സുപ്രഭാതത്തിൽ എല്ലാത്തിനും ഞാൻ കുറ്റം പറയണമെന്നല്ല, ഞാനൊരു അവസ്ഥ പറഞ്ഞതാണ്. ഈ തൊഴിലുറപ്പ് എങ്ങനെ ഉപയോഗിച്ചു എന്നുള്ളത് നോക്കൂ. ഇവർക്ക് ഈ പാവങ്ങൾക്കൊന്നും അറിയില്ല എന്ന്. അപ്പോൾ ഈ കേന്ദ്രത്തിനൊന്നും മനസ്സിലാവണില്ല. കേന്ദ്രം ഓരോ കാര്യത്തിന് ഫണ്ട് കൊടുക്കുന്നു, ഈ സംസ്ഥാനം എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ളത് കേന്ദ്രത്തിന് അറിയില്ല. അവരെ ഏതോ ഒരു ഗ്രൂപ്പുകളെ വല്ലപ്പോഴൊക്കെ വന്ന് നോക്കും, അവരുടെ ഓരോ ചർച്ചകൾ നടത്തി വിടും. ഇപ്പം ഞാൻ മുതലാളിമാർ ശത്രുവാകും ഇത് പറയുമ്പോൾ, അല്ലെങ്കിൽ തന്നെ ശത്രുവാണ്. തെറ്റാണോ ശരിയാണോ നിങ്ങൾ ചിന്തിക്കേണ്ടതല്ലേ? കനാല്, വഴികൾ, റോഡിൻ്റെ അരികുകളൊക്കെ കാട് പിടിച്ച് കിടക്കുമ്പോൾ ഈ ഭൂവുടമസ്ഥന്മാരെ സഹായിക്കാനായിട്ട് ഇൻഡയറക്റ്റായിട്ട് വർക്ക് ചെയ്യണ ബുദ്ധി ഏതാണെന്ന് ഞാൻ ചിന്തിക്കണം. മുതലാളിമാർ ക്ഷമിക്കുക, നിങ്ങളല്ല എൻ്റെ പ്രശ്നം. ഞാൻ സിസ്റ്റത്തിൻ്റെ ഒരു ഇത് പറഞ്ഞെന്നുള്ളൂ. നമ്മളൊന്ന് പാവം. അതിനെക്കുറിച്ച് ആരോട് ചോദിക്കും, ആരോട് പറയും? തൊഴിലുറപ്പ് ഇപ്പോൾ ഇന്ത്യ മുഴുവൻ ഈ തൊഴിലുറപ്പിൻ്റെ ഇതൊക്കെ നമ്മൾ മാറ്റാനുള്ള വഴികൾ പറഞ്ഞു കൊടുക്കും. ആദ്യം തന്നെ എല്ലാവരും മനുഷ്യന്മാരായിട്ട് കാണാം. കൃത്യമായിട്ട് പറഞ്ഞാൽ ഇന്ത്യയുടെ മൊത്തം എത്ര ആൾക്കാരുണ്ട്, അത് 90-100, 80-90, 70-80, 60-70, 50-60 എന്നിങ്ങനെ ആക്കണം. എന്നിട്ട് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കണം. അതിന് കൃത്യമായൊരു ഡാറ്റ അനാലിസിസ് ഒക്കെ വേണം. നമ്മളെ ഇൻഡയറക്റ്റായിട്ടാണ് നമ്മുടെ എല്ലാ കാര്യങ്ങളും പോയാണ് നാട്ടിൽ. ഇതൊരു കാര്യം. പിന്നെ അതിരാത്രത്തിൻ്റെ കാര്യം, അതാ പറഞ്ഞ പോയിൻ്റ് ഭയങ്കര പോയിൻ്റാ. ആളുടെ വിഷമം. പിന്നെ ഇവിടെ പറയേണ്ടതല്ല, നമ്മുടെ ഈ കുടകി കാവേരി നദിയുടെ ഉത്ഭവം തൊട്ട് തമിഴ്നാട്ടിലെ ബംഗാൾ ഉൾക്കടലിൽ ചേരുന്ന വരെയുള്ള ആ റൂട്ടിലുള്ള ഇക്കോണമിയാണോ തുളു? തമിഴ്നാടും കർണാടകയും തമ്മിലുള്ള സങ്കരമാണോ തുളു? എന്തായാലും ആ നദിക്കരയിലുള്ള ആ ഒരു റൂട്ടിൽ നല്ലൊരു ജീവിത വിഭാഗം ഉണ്ട്. അത് തമിഴ്നാടാണോ കർണാടകയാണോ എന്ന് എനിക്കറിയില്ല. അത് എങ്ങനെ കണ്ടുപിടിക്കുകയാണെന്ന് എനിക്കറിയില്ല. ആരെങ്കിലും പല വിവരമുള്ള ആൾക്കാരുണ്ടാവും. ആരെങ്കിലും ആർട്ടിക്കിൾ എഴുതേ, അല്ലെങ്കിൽ ഈ അമ്പലം ടു അമ്പലങ്ങൾ ചിന്തിച്ച്, ശൃംഗേരി മഠങ്ങൾ ടു ചിന്തിച്ച് തുടങ്ങി കഴിഞ്ഞാൽ അറിയാൻ പറ്റാവുന്നതാണ് അത്. എനിക്കിത് അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ആരെങ്കിലും എന്നെ ഒന്ന് സഹായിക്കുക അതെങ്ങനെയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നത് അതായിരിക്കും തോന്നുന്നു തുളു. അവിടെ കൃത്യമായൊരു ജീവിത രീതിയുള്ള മിശ്ര
ജനവിഭാഗം ഉണ്ടാവാൻ വഴിയുണ്ട്. ഡാമിനെ കുറിച്ചൊക്കെ പറയുമ്പോൾ പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കാവേരി ജലം ഇപ്പോൾ കൊല്ലങ്ങളായില്ലേ എന്ന് തന്നെ കാവേരി തർക്കം. ഇപ്പോൾ 10-70 കൊല്ലം ഇപ്പോഴും ഈ റോഡിൻ്റെ ഇത് വെള്ളം കയറുന്ന ബസ് സ്റ്റാൻഡ്, മാലിന്യ സംസ്കരണത്തിൻ്റെ പ്രശ്നം, പട്ടികളുടെ പ്രശ്നം, അല്ലാണ്ട് വേറെ നടന്നൊരു പ്രശ്നം, അതിനുള്ളിൽ വനഭൂമി കയ്യേറുന്ന പ്രശ്നം, ആദിവാസികളുടെ പ്രശ്നം. അപ്പോൾ ഇനി സർക്കാരുകൾ ക്രിയാത്മകമായി ഇടപെടേണ്ട സമയമാണ്. എല്ലാവർക്കും വിവരം വെച്ച് തുടങ്ങിയ അവസ്ഥയാണിത്. അതായത് തന്നെ കോക്രോച്ചുകൾ ഇത്തിരി കൂടിയും പ്രൊഫഷണലാവും. അപ്പോൾ ഇന്ന് രാജ്യസഭയിലേക്ക് അമിത്ഷാ കുറച്ച് കാലമായിട്ട് വരുന്നില്ല എന്നാണ് പറയുന്നത്. ലോകസഭയിലേക്ക് ആൾ വരട്ടെ. ഇപ്പോൾ ഈ യുവത്തുണ്ടെന്ന് ഇവർക്ക് എപ്പോഴാണല്ലോ മനസ്സിലാവണം. അപ്പോൾ ഈ പെല്ലറ്റ് നമ്മുടെ രാജ്യത്തെ ജനങ്ങളാണ് ഇവർ, ആര് നമ്മൾ. അപ്പോൾ ഒന്നുകിൽ നമുക്ക് കൃത്യമായ സംവാദത്തിന് തയ്യാറാവണം. ഇന്ത്യയിലെ കൃത്യമായിട്ട് സംവാദം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടതുഭുജി, വലതുഭുജി, IAS, IPS, പോലീസ്, പട്ടാളം, കോടതി, ഭരണം. ഈ ഭരണത്തിൽ തന്നെ ഇപ്പോൾ മിക്സഡ് BJP, RSS, കോൺഗ്രസ്, ഇടത് കമ്മ്യൂണിസ്റ്റ്, മറ്റുള്ള തലങ്ങൾ, പത്രം. ഒന്നിൽ കൃത്യമായ സംവാദത്തിന് തയ്യാറാവണം. എന്നിട്ട് ന്യായമായിട്ട് കാര്യങ്ങൾ പരിഹരിക്കണം. അല്ലാണ്ട് ബ്രിട്ടീഷുകാർ ചെയ്ത് വെച്ച പോലെ ഒരു ഞങ്ങൾ സമരത്തിന് അങ്ങോട്ട് വരുമ്പോഴേക്കും ഈ പല്ലറ്റ് ഉപയോഗിക്കുക. അതേപോലെ ഈ പെൺകുട്ടികൾ, സ്ത്രീകളൊക്കെ ഏത് പാർട്ടിയിൽപ്പെട്ടവരാണെങ്കിലും സമരമുഖത്തേക്ക് ഇറങ്ങാണ്ടിരിക്കുക 2-3 മാസം. സങ്കടം വരും നിങ്ങൾ ജലപീരങ്കിലൊക്കെ നനഞ്ഞു നിൽക്കണ കാണുമ്പോൾ. അതിനുള്ള ക്വാളിറ്റി ഒന്നും ആർക്കും ഇല്ല ഇവിടെ. നിങ്ങൾ തൽക്കാലം ഒന്നും ജോലിക്ക് ഉണ്ടെങ്കിൽ ആ ജോലി ചെയ്യുക, ജോലിക്ക് വേണ്ടി ശ്രമിക്കുക, നല്ല കുടുംബനാഥയാവുക, മക്കളുടെ എല്ലാ പ്രശ്നങ്ങളും തീർക്കാനുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഭർത്താക്കന്മാരെ സംബന്ധിച്ച് എന്തിൻ്റെ പ്രശ്നം മാക്സിമം? അത് മദ്യപാനത്തിൻ്റെയൊക്കെ ചെറിയൊരു പ്രശ്നങ്ങൾ മാക്സിമം ഉണ്ടാവുള്ളൂ. വേറെ എന്തിട്ടാ? അതൊക്കെ സ്ത്രീകൾക്ക് തീർക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളൊന്നുമില്ല. നിങ്ങളെല്ലാ പ്രശ്നങ്ങളും നമ്മൾ തീർത്തരുന്നു. പിന്നെ മസ്റ്ററിങ് ചെയ്യാത്ത വയോജനങ്ങളുടെ പെൻഷൻ തടഞ്ഞു വെച്ച് പെൻഷൻ കിട്ടില്ല എന്നൊക്കെയാണ് ആധാറിൻ്റെ അവിടെ നിന്ന് അറിയിപ്പ് കിട്ടണത്. ശരിയാണോ സത്യമാണെന്ന് അറിയില്ല. അതൊന്ന് അന്വേഷിക്കണം. ഗവൺമെൻറ് വേണ്ടി സംസാരിക്കേണ്ടത് ആധാർകാരാണോ? ആണോ? പിന്നെ വിവരാവകാശ രേഖ, അതിനെക്കുറിച്ച് ഈ ആധാർ വേണമെങ്കിൽ പുതിയൊരു റൂട്ട് ഉണ്ടാക്കണം. അപ്പോൾ ആധാറുകാർ ശത്രുവായി. ഞാൻ പറഞ്ഞു വന്നത് തിരിച്ചറിയൽ കാർഡ് പോരാ, പാസ്പോർട്ട് പോരാ എന്നൊക്കെയാണ് നമ്മൾ ചർച്ച നടക്കണേ. ഇതൊക്കെ എന്ത് സംഭവിക്കണോ? ഈ 1947 ശേഷം എന്ത് സംഭവിച്ചു രാജ്യത്ത്? അപ്പോൾ ഈ അമിത്ഷാ പാർലമെൻറ്റിക്ക് വന്നിട്ട് പറയണം പെല്ലറ്റ് തോക്ക് ഉപയോഗിച്ചിട്ടുള്ള പരിപാടികളൊന്നും അതൊരു തെറ്റ് പറ്റിയ ഞാൻ ഓർഡർ കൊടുത്തല്ല. പക്ഷേ ഈ പഞ്ചാബ് പോലീസും NIA ഒക്കെ പറഞ്ഞ ഇവരുടെ കൂടെ വന്ന അത് കോക്രോച്ചുകൾക്ക് അറിയില്ല. അത് ചെറിയ ചക്കനാണ്, പക്ഷെ നല്ല വിദ്യാഭ്യാസമുള്ള പിള്ളേരുകളാണ് ഇവർ. ആ ഒരു റൂട്ട് കിട്ടിയപ്പോഴാണ് നമ്മൾ ഇത്തിരി സ്ട്രോങ് ആക്കിയതെന്ന് പറഞ്ഞ് കൈ കഴുകുക. പിന്നെ 2 ദിവസത്തേക്ക് ആരെങ്കിലും സസ്പെൻഡ് ചെയ്യുക. രാഹുൽ ഗാന്ധിയുടെ പ്രശ്നം കഴിഞ്ഞു. കോക്രോച്ച്. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളിനി വിദ്യാഭ്യാസമുള്ള വിദ്യാർത്ഥികളെ, വിദ്യാസമ്പന്നരായ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതി തള്ളാൻ പാടില്ല. നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. 1-ാം ക്ലാസ് തൊട്ട് പഠിക്കുമ്പോൾ തൊട്ട് തന്നെ, അല്ലെങ്കിൽ ഒരു 3-ാം ക്ലാസ് ഒരു ചെറുപ്പം തൊട്ട് തന്നെ നമ്മുടെ സമൂഹം ഉണ്ടാക്കി വെച്ച ഇപ്പോൾ മോദിയുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരേന്ത്യയിൽ അങ്ങനെയൊന്നും സ്കൂളുകളൊന്നും ഇല്ല പലയിടത്തും. അതൊക്കെ നമുക്ക് തീർക്കണം. സ്കൂളുകൾ വേണം, അതിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞുതരാം. ആശുപത്രികൾ വേണം. നിങ്ങൾ 2047 എങ്ങനെയാണ് വികസന രാഷ്ട്രം ഉണ്ടാക്കണമെന്ന് മനസ്സിലാവണില്ല. ഈ ചാണത്തിൽ നിന്ന് മൂത്രത്തിൽ നിന്ന് ഇന്നലെ ഉണ്ടാക്കിയിട്ടാണ്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് 2047 വികസിത ഭാരതം. ഇപ്പോൾ അദ്ദേഹത്തിന് എത്ര 76 വയസ്സായി. 2047 ആകുമ്പോഴേക്കും അദ്ദേഹം 140 വയസ്സ് വരെ ജീവിച്ചിരിക്കേണ്ട
കാഴ്ചപ്പാടിലായിരിക്കണം പറഞ്ഞിട്ടുണ്ടാവുക അല്ലേ മോദി? തെറ്റല്ല പറയുന്ന ആളെങ്കിലും പറഞ്ഞല്ലോ ഒരു വികസിത ഭാരതത്തെ കുറിച്ച്, വേറെ ആരും പറഞ്ഞിട്ടില്ല, അതും ചിന്തിക്കണേ. അപ്പോൾ ഈ രാഹുൽ ഗാന്ധി ഖാർഗെക്കെതിരെ ഒരുപാട് ആരോപണങ്ങൾ ഈ നിർമ്മല സീതാരാമൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് അമിത്ഷായുടെ കയ്യിലുണ്ടാവണം. ഇതിന് മാപ്പ് പറയണോ മാപ്പ് പറയണ്ടെന്നൊന്നും എനിക്ക് പറയാനുള്ള കാഴ്ചപ്പാട് കഴിവൊന്നുമില്ല. പക്ഷേ ഈ പെല്ലറ്റ് ഉപയോഗിക്കുക, ഇനി കൃത്യമായ ഒരു സമരമുഖത്തേക്ക് ഇറങ്ങുന്ന കുട്ടികളെ അപ്പോൾ ഈ കുട്ടികൾ വിദ്യാഭ്യാസ സമയത്ത് തന്നെ ഒരുപാട് മത്സര ബുദ്ധിയോട് കൂടിയിട്ടാണ് പഠിക്കുന്നത്. അതിൻ്റെ ഒരുപാട് കോംപ്ലക്സുകൾ മാതാപിതാക്കൾക്കുണ്ട്, സ്കൂളിലെ ഫീസ് മാനേജ്മെൻറ്റുകൾക്കുണ്ട്, ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ഈ നാട്ടിൽ. ഈ പിള്ളേരുകൾ എവിടെയെങ്കിലുമൊക്കെ പഠിച്ച് ഒരു ഉദ്യോഗം തേടാനായിട്ട് നിൽക്കുമ്പോൾ അതിനെ ചവറ്റുകൊട്ടയിലേക്ക് ഇടുന്ന പരിപാടികളാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം എന്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കണം എന്നുള്ള കാര്യം നമുക്ക് കൃത്യമായിട്ട് അവലോകനം ചെയ്ത് തീരുമാനിക്കേണ്ട കാര്യങ്ങളാണ്. ഈ കോക്രോച്ചും ഈ പറഞ്ഞ പോലെ ഭീകരവാദി ടീമുകൾ, അപ്പോൾ ഇവിടുന്ന് കുറേ ടീമുകൾ പോയിട്ടുണ്ട് അങ്ങോട്ട്, വാളയാറ് ടീമുകൾ കംപ്ലീറ്റ് അങ്ങോട്ട് പോയി, വേടൻ, പിന്നെ ഒരുപാട് കഴിഞ്ഞ 10 കൊല്ലമായിട്ട് നമ്മുടെ നാട്ടിൽ നശിപ്പിച്ചുകൊണ്ടിരുന്ന നാശോന്മുഖമായ കുറേ സംഘടനകളും ടീമുകളും ഒക്കെ അവിടേക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. അത് നീ കുട്ടിക്ക് അറിയില്ല. ഇവൻ നല്ലവനാണ്, എനിക്ക് മനസ്സിലായെടുത്തോളം. വിദ്യാഭ്യാസമുള്ള സന്തോഷം, ആ പിള്ളേർ ഡാൻസ് കളിക്കുന്ന എത്ര നല്ല കുട്ടികൾ ഉണ്ടായിരുന്നു അറിയാം അവിടെ. അപ്പോൾ കുട്ടികളുടെ സന്തോഷം, കൗമാരത്തിൻ്റെ സന്തോഷം, കൗമാരത്തിൻ്റെ പ്രശ്നങ്ങൾ നിങ്ങൾ എഴുതി തള്ളാൻ പാടില്ല. അമിത്ഷാ പാർലമെൻറ്റിൽ പോവുക, കാര്യങ്ങൾ പറയുക, പല്ലറ്റിനെ കുറിച്ച് സംസാരിക്കുക, അത് ഒഴിവാക്കേണ്ടതായിരുന്നു എന്നുള്ള കാര്യം. അല്ലാണ്ട് ഇത് മറ്റേ രാജ്യാതിർത്തിയിലെ യുദ്ധമല്ലല്ലോ ഈ തോക്ക് ഉപയോഗിക്കാനായിട്ട്. അതാണ് അതിൻ്റെ കാര്യം. ഇനി അടുത്തത് ഇപ്പോൾ 17 മിനിറ്റ്, 20 മിനിറ്റിനുള്ള അവസാനിപ്പിക്കാം. അതിനെന്തോ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നല്ലോ. ഇന്നലത്തെ വീഡിയോ ഷർട്ട് ഇടാണ്ട് ഞാൻ പനിയുടെ കോളായത് കൊണ്ടാണ് ഷർട്ട് ഇടാണ്ടിരുന്നത്, തെറ്റുപറ്റി. അപ്പോൾ എന്താ പറയുക, നമ്മൾ പീസ് പടത്തിലെ നായകനൊന്നുമല്ല, നമ്മളത് അങ്ങനെ ഒരു കാഷ്വലായിട്ട് ചെയ്താൽ ഇട്ടിട്ടില്ല. അത് ഞാൻ ചിലപ്പോൾ ഇടും. ശബരിമലയുടെ ഒരു ചെറിയൊരു കാര്യങ്ങളും എൻ്റെ ഫോൺ ഹാക്ക് ചെയ്യണതിൻ്റെ കുറച്ച് വിഷമങ്ങളും ആകുലതകളും. സങ്കടേഷ്, ശാസ്ത്രപ്പറമ്പിൽ വിപ്ലവേഷിൻ്റെ സങ്കടേഷ്. ഇന്ത്യൻ ഗവൺമെൻറ്റിന് എല്ലാ വിധത്തിലുള്ള സഹായങ്ങളും ഞാൻ ചെയ്തു തരും, രാജ്യം നന്നാക്കാനായിട്ടുള്ളത്. അപ്പോൾ കുറേ ആൾക്കാർക്ക് ഇഷ്ടാവില്ല അത്. അവർ ഒരു 4ാം ലോക സിദ്ധാന്തം പോലെ 5ാം ലോക സിദ്ധാന്തം കണ്ടുപിടിച്ച് 60-70 കൊല്ലത്തേക്ക് ഇന്ത്യനെ നശിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്ന സാംസ്കാരിക ലോകത്തിരിക്കുന്ന ആൾക്കാരാണ് അവർ. അവർക്കൊന്നും ഇനി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അതിൻ്റെ ഒരു ഉദാഹരണമാണ് ഈ പാവപ്പെട്ട തണ്ടിലൂടെ നിൽക്കുന്ന പാവപ്പെട്ട കൂലിപ്പണിക്കാരാണ് നമ്മുടെ നാട്ടിലുള്ളവർ. ഇപ്പോൾ തൊഴിലുറപ്പിൻ്റെ കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കും. അപ്പോൾ അവർ ചെയ്തൊരു ഇതാണ് ഞാൻ പറയുന്നത്, ഇവരുടെ ഒരു മേൽനോട്ടത്തിൻ്റെ ഇത്. എങ്ങനെയാണ് ഇവർ ഇങ്ങനെ ചെയ്യാൻ പറ്റണ? ഒരു എന്താ പറയുക, ഒരു മാനവികത വേണ്ട എവിടെയെങ്കിലും. കൂലി കൊടുക്കാൻ മടിയായിട്ട് പണ്ട് ചുളുവേലിക്ക് പറമ്പ് വാങ്ങിയിട്ട് അതിൻ്റെ വിളവിനും അതിനൊന്നും കാര്യങ്ങളും ഒന്നിനും ഉത്തരമില്ല, താങ്ങുവിലയ്ക്ക് ഉത്തരമില്ല, ഒന്നിനും ഉത്തരമില്ല. അന്ന് ഇവർക്കൊക്കെ ഇവരെ മക്കളും ഒക്കെ വിദേശത്ത് അവിടുന്ന് ഫണ്ടയച്ച് പൈസയുടെ ഉത്തരമില്ല. അങ്ങനെ ആർക്കും വരാണ്ട് സംസാരിക്കുന്ന പാമ്പുകളുള്ള സ്ഥലത്ത് ഈ പാവങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ച് ബൂർഷകളെ സഹായിച്ച് ബൂർഷകൾക്കെതിരെ സംസാരിക്കുന്ന കപട ലോകം, കപട സാംസ്കാരിക ലോകം, കപട സർക്കാർ ലോകം, അത് അവസാനിപ്പിക്കണം. വേണ്ടേ? എന്നാൽ മാത്രം അഴിമതി മുക്ത ഭരണം, കോൺഗ്രസ് മുക്ത ഭാരതം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതൊന്നും എന്താ പറയുക, അത് ഭയങ്കരമായിട്ട് നെഗറ്റീവിലേക്ക് പോയി കഴിഞ്ഞു. അത് നമുക്കൊരു കൃത്യമായ ആലോചനയോട് കൂടി 1-2 ദിവസത്തിനുള്ളിൽ തീർക്കാനേ പറ്റുള്ളൂ. അങ്ങനെ തീർക്കാനാണ് ചിന്തിച്ചുകൊണ്ടിരിക്കേണ്ടത്. ഇപ്പോൾ ബീഹാറിലാണെങ്കിലും NDAയിൽ ഈ നമ്മുടെ പാരമ്പര്യ ടീമുകളല്ലേ,
കുടുംബാധിപത്യല്ലേ? ഏത് പാർട്ടി എടുത്ത് നോക്കിയാലും കുടുംബാധിപത്യല്ലേ? ഈ കുടുംബാധിപത്യം എന്ന് പറയുമ്പോൾ അതിനിടയിൽ മരുമോൻ ടീമുകൾ വരും. നമ്മുടെ ഗണേഷ് കുമാർ മറ്റേ പോലീസ് കാവലിൽ മറ്റേ ഗസ്റ്റ് ഹൗസിൽ ചെയ്ത പരിപാടിക്ക് ശേഷം ഭാര്യ പെട്ടെന്ന് വന്നിട്ട് കോംപ്രമൈസ്. അതിനിടയിൽ അവൻ MLA ആയിരിക്കുമ്പോൾ ഈ മിൽമേട എന്തിനാണ്ട് എഴുതി കൊടുത്തു. മിൽമേട ഏതാണ്ടൊരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സാധനം ഭാര്യയ്ക്ക് എഴുതി കൊടുത്തിട്ടുണ്ട്. രണ്ട് എഗ്രിമെൻറ്റുകൾ എന്തിട്ടൊക്കെയാണെന്ന് ആർക്കറിയാം? പാല്, പശു, കൃഷി, വിദ്യാഭ്യാസം, ആരോഗ്യം. ഇതിൽ നിങ്ങൾ കുറേ ഒരു 60 കൊല്ലത്തിൻ്റെ അവിടുത്തെ പെൻഷനും കാത്തിരിക്കുന്ന ആൾക്കാരെ ബുദ്ധിയിൽ വർക്ക് ചെയ്യേണ്ടതല്ല. ഇനി നമ്മുടെ രാജ്യത്ത് ഓരോ നീക്കവും ഒരു പരിധിവരെ ഞാൻ രാജ്യത്തെ സഹായിക്കാൻ ശ്രമിക്കുന്ന ഒരു സയൻറ്റിസ്റ്റ്. ഞാനെങ്ങനെ സയൻറ്റിസ്റ്റായി എന്നുള്ളത് എനിക്കിപ്പോൾ ചിന്തിക്കാൻ പറ്റുന്നില്ല. എങ്ങനെയോ ആയി, കുറേ റിസർച്ച് ചെയ്തു, കുറേ കാര്യങ്ങൾ ഞാൻ പറഞ്ഞില്ലേ പ്രപഞ്ചത്തെക്കുറിച്ച്, മൈഗ്രേഷൻ. പിന്നെ എൻ്റെ പിന്നാലെയുള്ള കുറച്ച് പേഴ്സണൽ, ഇത് പണ്ടോട്ടുള്ള എന്നെ സബ്ജക്റ്റ് ആക്കി ഒരു ഭയങ്കര തമാശക്കാരും കൂടിയാണ് ഇവർ എന്നെ സബ്ജക്റ്റ് ആക്കിയത് ഞാൻ അറിഞ്ഞിട്ടില്ലെന്നേ. അപ്പോൾ ഒരു ദിവസം വന്നിട്ട് ഓരോ ടീമുകൾ വന്നിട്ട് ഇങ്ങനെ എന്നോട് പറയാം, ഓരോ തമാശ കഥകൾ പറയുമല്ലോ. ഈ ഓരോ ഒരു അതിപ്പോൾ പറയണ്ട, ഒരു ചാലകത്ത് വീട്ടിൽ ചന്ദ്രശേഖരൻ പിള്ളയുടെ ഒരു കഥ. എൻ്റെ അച്ഛൻ്റെ പേര് ചന്ദ്രശേഖരൻ എന്നാണ്. ഈ കഥ എനിക്കെതിരെ പറഞ്ഞ് എന്നെ ചിരിപ്പിച്ചിട്ടുള്ള ആൾക്കാരാണ്. ഇപ്പോൾ ഇവർക്കറിയാം എൻ്റെ അച്ഛനെ കുറിച്ചുള്ള കഥയാണോ ഈ ചന്ദ്രശേഖരൻ അങ്ങനത്തെ ആണോ എന്ന് എനിക്കറിയില്ല. ഈ കഥയുടെ ഉത്ഭവം ഇതൊക്കെ ഇന്നാൾ സംഭവിച്ചിട്ടുണ്ട്. ആ കഥയ്ക്ക് ഇപ്പോൾ പറയാൻ പറ്റില്ല. നമ്മൾ ചെറിയ തമാശയാണ്, പക്ഷെ എന്നാലും അത്രയ്ക്കും വേണ്ട. ചള്ളയുടെ കഥ. ഇതൊക്കെ ആരാണ് നമ്മൾ സബ്ജക്റ്റ് ആക്കിയെന്ന് നമുക്കൊരു പിടുത്തൊന്നുമില്ല. ഞാൻ അതിൻ്റെ വേദനയിലിരിക്കുന്നത്. എൻ്റെ മൊബൈൽ ഹാക്കിങ് ലൈവ്, ക്യാമറ വരുമ്പോഴേക്ക് ഇറക്കം, ദേ പോണവൻ ദേ വന്നവൻ. പിന്നെ പ്രത്യേകിച്ച് കഴിഞ്ഞൊരു 10-15 കൊല്ലം ഈ നാടിനെ നശിപ്പിക്കാൻ ശ്രമിച്ചുകൊണ്ടിരുന്ന ഒരു ടീമുകളുടെ ഒരു വിഷമം അവർക്കിനി പ്രത്യേകിച്ചൊന്നും പറയാനൊന്നുമില്ല. അതുണ്ടതില്ലേ. സാംസ്കാരിക ലോകത്ത് ഇളിച്ചിരുന്ന് പ്രോഗ്രാം നടത്തുന്ന ഒരുപാട് ആൾക്കാർക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതിൽ ഭയങ്കര സംഭവമാണ്. പിന്നെ ഇത്ര മണി നമ്മുടെ രാഷ്ട്രീയം അല്ലെങ്കിൽ നമ്മുടെ രാജ്യം എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് ഞാൻ ഒരു മിനിറ്റ് കൊണ്ട് വരച്ച് കാണിക്കാം. നമ്മുടെ ബുദ്ധി എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത്, ജനങ്ങളെവിടെ കിടക്കുന്നു, ഇത്തരം സർക്കാർ എന്ത് ചെയ്തു, ഇതൊക്കെ നമുക്ക് പറയാമെന്നുള്ള കാര്യങ്ങളുള്ളൂ. പിന്നെ തൊഴിലുറപ്പിൻ്റെ ഒരു കേസ്, ഈ മെഷീൻ അവറേറ്റിൽ പണിയെടുക്കണ ഇന്ത്യയിലെ എല്ലാ സ്ത്രീകളുടെയും പ്രശ്നങ്ങൾ നമ്മൾ തീർക്കണം. ദാരിദ്ര്യം നിർമ്മാർജ്ജനം ചെയ്യണം. ബേസിക് ആവശ്യങ്ങൾ, ടോയ്ലറ്റിൻ്റെ കാര്യങ്ങൾ. പിന്നെ സ്ത്രീകൾക്ക് നമ്മുടെ നാട്ടിൽ പല ഗ്രാമങ്ങൾ അറിവില്ലാണ്ട് ചെയ്യണ ഒരുപാട് പ്രശ്നങ്ങൾ. വളത്തിൻ്റെ അടക്കം നമ്മളെ ഭൂമി നശിപ്പിക്കാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന വിവരമില്ലായ്മ. ഇതൊക്കെ കുത്തകൾ പിടിച്ചേക്കാണ്. പിന്നെ 30 മേഖലാ സ്ഥാപനങ്ങളുടെ മൾട്ടിനാഷണൽ കോർപ്പറേഷൻ വൽക്കരണം. പിന്നെ ഇപ്പോൾ പ്ലാസ്റ്റിക് നോട്ട് ഇറക്കാൻ പോകണമെന്ന് പറഞ്ഞു കേട്ടത് റിസർവ് ബാങ്ക്. ദേ പോയി കണ്ടില്ല എന്ന് പറഞ്ഞ തമാശ പോലെയാണ് ഇലക്ട്രിക് ബോണ്ടുകൾ ഇരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അത് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്ത് എന്തുണ്ടാവും എന്ന് എനിക്ക് വലിയ പിടുത്തൊന്നുമില്ല. അപ്പോൾ എപ്പോഴും ചിന്തിക്കുക, ഇപ്പോഴത്തെ BJP ഗവൺമെൻറ്റിന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ഓപ്പറേഷൻ താമര ഒരു വഴിക്കോടെ പോട്ടെ. തെലങ്കാനയിൽ നിങ്ങൾക്ക് കിട്ടിയത് സൂപ്പർ ടീമിനെ കിട്ടിയാണ്. അത് ഞാൻ പറയാം, ഈ മനസ്സിലായെടുത്തോളം. തീ പാർന്ന ടീമുകളാണ് തെലങ്കാന BJP. അതവരെ തിരുപ്പതി അമ്പലം കണ്ടാൽ അറിയാം നമുക്ക്. അവരുടെ ശബരിമലയിൽ എപ്പോൾ നോക്കിയാൽ ഇത് തന്നെ പറഞ്ഞു. ഇതിന്ന് എന്തിപ്പോൾ നെയ്യ് എന്തിട്ടൊക്കെ അവിടെ കേൾക്കും. മിൽമയുടെ അഴിമതി, നെയ്യ് അഴിമതി, ശർക്കര അഴിമതി, നാളികേര അഴിമതി, അവില അഴിമതി. എനിക്ക് അവിടെ ആ കാരണം അതിൽ അട്ടേനെ പിടിച്ച് വെക്കുന്നുണ്ട് അവരിനി കൂടിയ വിലയ്ക്ക്. അട്ടരസായനം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് അവർ ദേവസ്വം ബോർഡ്. അപ്പോൾ നമ്മുടെ
മെട്രോ സാറില്ലേ നമ്മുടെ ആള് മിടുക്കനാണ് ആള്. പക്ഷെ ആള് മെട്രോൻ്റെ സമയമല്ല. അപ്പോൾ ആള് ഈ ഗുരുവായൂർ ദേവസ്ഥത്തിന് വേണ്ടിയിട്ടും ശബരിമലയ്ക്ക് വേണ്ടിയിട്ടും പ്ലാനുകൾ തയ്യാറാക്കുക. ആൾക്ക് നല്ല ബുദ്ധിയുള്ള മനുഷ്യനാണ് ആള്. നമ്മളാരും സുപ്രഭാതത്തിൽ കുറ്റം പറയേണ്ട കാര്യമില്ലല്ലോ. മെട്രോ അല്ല നമ്മുടെ ഇപ്പോഴത്തെ വിഷയം. മെട്രോ അല്ല നമുക്ക് വേണ്ടത്. അതിനുള്ളൊരു ഒരു സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഒന്നും നടന്നിട്ടൊന്നുമില്ല. അതിനുള്ള തിരക്കിൻ്റെ മെട്രോൻ്റെ സമയമല്ല ഇപ്പോൾ. ഡൽഹിയിൽ പിന്നെയും അങ്ങനെ നടക്കും. അത് അത്ര കൊല്ലമായിട്ട് ഒരു സെൻട്രലൈസ്ഡ് സംഭവമായതുകൊണ്ട്. പിന്നെ എവിടെ നിന്ന് മെട്രോ കൊണ്ടൊന്നും പ്രത്യേകിച്ച് ഉപകാരങ്ങളൊന്നും ഇല്ല. അതിനുള്ള ജോലി സ്ഥിരതൊന്നും ഇല്ല. IT കമ്പനിയുടെ തന്നെ 2 കമ്പനികളുടെയാണ് ഇത്ര പേർക്ക് 60 എത്ര ആൾക്കാരാണ് ജോലി പോയത്. ഇപ്പോൾ സുപ്രഭാതത്തിലൊന്നും ഉത്തരമില്ല. ഇപ്പോൾ 3-4 മാസം ശമ്പളം കൊടുക്കാമെന്ന് പറഞ്ഞു. അത് അവസാനിപ്പിച്ച് വിടും. ഇനി അവരടുത്ത ജോലി നോക്കണം. അപ്പോൾ വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകൾ തേടി ദീർഘവീക്ഷണം ഒന്നും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. വിദേശ ഇൻവെസ്റ്റ്മെൻറ്റുകളുടെ അവസ്ഥയല്ല നമ്മുടെ നാടിൻ്റെ അവസ്ഥ. നമ്മുടെ കുടിൽ വ്യവസായങ്ങൾ തകർത്ത ബ്രിട്ടീഷുകാരെ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ആ കുടിൽ വ്യവസായങ്ങൾ എങ്ങനെ പുനരുജ്ജീവിപ്പിക്കാൻ നോക്കിക്കൊണ്ടിരിക്കുക. രാജ്യം ക്ലിയറാക്കുക. കൃത്യമായി നല്ലൊരു ഗവൺമെൻറ് ഉണ്ടെങ്കിൽ 1 മിനിറ്റ് കൊണ്ട് ക്ലിയറാക്കാം. അടുത്ത 2ാമത്തെ മിനിറ്റിൽ ചാക്രികതയാണ്. 2047 വരെ ഒന്നും പോകണ്ട. മാക്സിമം ഒരു 6 മാസം കൊണ്ട് തന്നെ അല്ല, ഒരു ചാക്രി 6 മാസം കൊണ്ട് തന്നെ കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി തുടങ്ങി. ഇതൊന്നും അറിയാത്ത ഇപ്പോൾ ശ്രദ്ധിക്കാണ്ട് മാക്സിമം മൊബൈലുള്ള ആൾക്കാർ കുറേ റീലിൽ കിടന്ന് കറങ്ങി ജീവിക്കുന്ന ഒരുപാട് ലോകമാണ് നമ്മുടെ ഓരോ സ്റ്റേറ്റുകളിലും. അപ്പോൾ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ ഇനിയിപ്പോൾ ഈ പെല്ലറ്റിൻ്റെ കാര്യം. അപ്പോൾ കോക്രോച്ചുകാർ കൃത്യമായ അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് നിങ്ങളൊരു അത് മാനസികമായിട്ടുണ്ട്, പ്രൊഫഷണലി ഉണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല. അത് അറിയിച്ചു വന്നു കോക്രോച്ച്. അവൻ്റെ കൂടെ കുറച്ച് ഒരു വളിയന്മാർ കൂടി നമുക്കറിയാം, എല്ലാത്തിനും പറയാൻ പറ്റില്ല. അതൊക്കെ നമ്മുടെ തൊട്ടടുത്ത് പ്രതിഫലിക്കുന്ന ടീമുകളാണ് ഇവരൊക്കെ. അവർക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല. പക്ഷേ കോക്രോച്ചുകൾ സൂപ്പറാണ്. ഈ കോക്രോച്ചുകൾ ഇതിലൂടെ വിദ്യാസമ്പന്നരായ ആൾക്കാരുടെ കൂടെ ചെറിയ ചെറിയ സംരംഭത്തേക്ക് ഇറങ്ങും. അപ്പോൾ നിങ്ങൾ പല്ലറ്റ് ഉപയോഗിച്ച് വെടിവെച്ച് കൊല്ലല്ലോ വേണ്ട സ്വന്തം നാട്ടിലെ ആൾക്കാരെ. ഈ ബുൾഡോസർ രാഷ്ട്രീയം, ഈ വെടിവെച്ച് കൊല്ലുക. പിന്നെ സംസ്ഥാന പോലീസിൻ്റെ എല്ലാ കാര്യത്തിലും സുപ്രഭാതത്തിൽ കയറി എനിക്ക് ഇടപെടാൻ പറ്റില്ല, എനിക്ക് പറയാനും പറ്റില്ല. പതുക്കെ നമുക്ക് ഓരോ കാര്യങ്ങൾ തീരുമാനമാക്കാനേ പറ്റുള്ളൂ അല്ലേ. കാരണം ഒരുപാട് പൊട്ടലോകം നമ്മുടെ സമൂഹത്തിനുള്ളിലുണ്ട്. അവരൊക്കെ മാന്യന്മാരാന്ന് വിചാരിച്ചിട്ട് നമുക്ക് നാളെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഈ പെല്ലറ്റ് ഉപയോഗിക്കുന്ന കേസുകളൊക്കെ അമിത്ഷാ എന്ന് പറയുക പാർലമെൻറ്റിൽ, മാപ്പിൻ്റെയോ അല്ലെങ്കിൽ രാജിയിടുന്ന ആവശ്യമില്ല. അതിനുള്ള ക്വാളിറ്റി ഒന്നും രാഹുൽ ഗാന്ധിക്കും ഖാർഗെയ്ക്കും സോണിയാഗാന്ധിക്കും ഒന്നുമില്ല. ഈ കോൺഗ്രസ് നശിപ്പിച്ച് വെച്ചേക്കണ രാജ്യമാണ് ഇന്ത്യ, അങ്ങനെ തന്നെ പറയും. പക്ഷെ കേരളത്തിലെ കോൺഗ്രസ് മുക്ത ഭാരത് കേരളത്തിൽ നടക്കാൻ പോകുന്നില്ല. കേരളത്തിൽ അത്യാവശ്യം നല്ലൊരു ടീമുകളാണ് ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവിടെ RSSന് ഒരു യൂത്ത് ഇല്ല, BJPക്ക് ഒരു യൂത്ത് ഇല്ല. ഉള്ള യൂത്ത് നെഗറ്റീവായിട്ട് പോയതുകൊണ്ടാണ് നാടിൻ്റെ ഒരു അവസ്ഥയുടെയൊക്കെ. എന്നാലും അവർ എല്ലാവരും കുറ്റം പറയുന്ന രീതിയിലൊന്നും അല്ലല്ലോ എല്ലാം കിടക്കണം. അവർക്ക് അറിവുണ്ടായില്ല, അറിവ് പറഞ്ഞു കൊടുക്കുക. അധർമ്മത്തിലുള്ള വിവരത്തെ ധർമ്മത്തിലേക്ക് ആക്കുക, വിവരക്കേടിനെ വിവരമാക്കുക. അപ്പം ഞാൻ തരാൻ പോകുന്ന ക്ലാസ്സുകൾ വളരെ ക്വാളിറ്റി കൂടിയതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ നമുക്ക് എവിടെയൊക്കെ തെറ്റുപറ്റി, എങ്ങനെയൊക്കെ തെറ്റുപറ്റി എന്നൊക്കെ നമ്മൾ പറഞ്ഞു തരുന്നതായിരിക്കും. അങ്ങനെ ചെയ്യാൻ ശ്രമിക്കുന്നൊരു സർക്കാർ ഉണ്ടാവണമെന്നാണ് ഞാൻ പ്രാർത്ഥിക്കുന്നത്. ഭാരതം അല്ലേ, ഭാരതം. പിന്നെ ഇപ്പോൾ പറയേണ്ട സർക്കാർ ഉദ്യോഗസ്ഥരുടെ കുറേ കാര്യങ്ങൾ പറയാണ്ട്. അപ്പം എനിക്ക് പറയാൻ പേടിയാണ്. കുറേ ആൾക്കാരെ പേടിക്കണം നമ്മൾ. കാരണം എന്നെ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ലോകമുണ്ട്. അപ്പം അവരുടെ ഇടയിൽ നമ്മൾ ഭയങ്കര
സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് നമുക്ക് ഇറങ്ങാൻ പറ്റില്ല. ഞാൻ ഒറ്റയ്ക്കാണേ, എൻ്റെ കൂടെ ആരുമില്ല. അതിനാണ് കേസ്. പിന്നെ കുറേ പേഴ്സണലായിട്ടുള്ള കുറച്ച് വിഷമങ്ങളും ഇതൊക്കെ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതാണ്. ഇത് ആരതിൻ്റെ ഉപജ്ഞാതാവെന്ന് അറിയില്ല. എന്നെ സബ്ജക്റ്റാക്കിയ ലോകം അതെത്ര നെഗറ്റീവായിരുന്നു എനിക്കെന്നുള്ളത്. ഞാനൊരു എന്ത് തെറ്റാണ് ചെയ്തതെന്ന് ഇവർക്ക് പറയാനില്ല. എന്താണ് തെറ്റ് ചെയ്തത്? പേഴ്സണലായിട്ട് പോകുന്നില്ല. അപ്പം എല്ലാം പറഞ്ഞ പോലെ പുരാണങ്ങൾ പറഞ്ഞു. അപ്പോൾ ഈ മിഷനവറേറ്റിലുള്ള ഫാക്ടറി തൊഴിലാളിവൽക്കരണം, അതിൽ ഒരു ടീം ഈ ബൂർഷകളുടെ കൂടെ നിന്ന് നേതാക്കന്മാരാവണത് ഭയങ്കര അപകടമാണ്. ലോകത്ത് അവരെ പേരിക്ക് പറയാൻ പറ്റില്ല. അവരാണ് ഈ സാംസ്കാരിക ലോകത്തെ 4 ലോക സിദ്ധാന്തം ഉണ്ടാക്കിയിട്ട് അവർക്ക് മാത്രമേ വിവരമുള്ളൂ എന്ന് പറഞ്ഞിട്ട് 60 കൊല്ലം മുമ്പിലേക്ക് 10-30 കൊല്ലം ബാക്കിലേക്ക് ആയിട്ട് ഇന്ത്യ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ. അവർ ഇതിൻ്റെ ഇടയിൽ കയറി കഴിഞ്ഞാൽ എല്ലാം നശിക്കും. ആ ടീമുകളെ അപ്പോൾ ഞാൻ പണ്ട് പറഞ്ഞ പോലെ തന്നെ ശരിക്കും നല്ലൊരു ഈ CBI ഡമ്മി ടു ഡമ്മി ബോഡി ടു ബോഡി എന്ന് പറഞ്ഞ് 10-20 കൊല്ലം വേയിക്കണ അല്ല. CBI എപ്പോൾ ഇറങ്ങിയാലും ADBD കോടതിയുടെ അനിയന്മാരെ പോലെയാണ് ഇവർ. 60-70 കൊല്ലം കഴിഞ്ഞിട്ടാണ് കേസുകളൊക്കെ വരുള്ളൂ. നമുക്ക് ചടപട ടീമുകളാണ് വേണ്ടത്. സർബടേ ടീമുകൾ. അത് ഇന്ത്യൻ മിലിറ്ററിയും ഇപ്പോൾ ഉള്ള എല്ലാത്തിനെയും നല്ല ടോപ്പ് ടീമുകളിലെ ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമാണ് രാജ്യം മുഴുവൻ വേണ്ടത്. NID ED മിക്സിങ്, സംസ്ഥാന പോലീസിൻ്റെ മിക്സിങ്. അപ്പോൾ ഈ സർക്കാരിൻ്റെ കാര്യങ്ങൾ എങ്ങനെ പോകണമെന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. എന്തായാലും ഞാൻ ഒരുപാട് പേർക്ക് ശത്രുക്കളായി ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു. ചില ആൾക്കാരൊക്കെ ധൈര്യം മറന്നാട് മലയാളികളൊക്കെ ധൈര്യം ആലോചിക്കുമ്പോൾ എനിക്ക് പേടിയാവണു. ഈ പോങ്ങമൂടൻ എന്ന് പറഞ്ഞാൽ ഹരീഷ് ഏട്ടൻ ഭയങ്കര ധൈര്യമുള്ള ആള് നമ്മളൊരുപാട് സഹായിച്ചിട്ടുണ്ട്. ആൾ നമുക്ക് വേണ്ടി പൊരുതണം കേട്ടോ. നിങ്ങൾ കോക്രോച്ചുകളൊക്കെ ആളിന്ന് സബ്സ്ക്രൈബ് ചെയ്യും. ധ്രുവരാത്രി തന്നെ നോക്കിയിരിക്കുകയുണ്ട്. എന്തിന് ധ്രുവരാത്രി കയ എന്ന് പറയുന്നത് കഴിഞ്ഞ അപ്പോൾ പോങ്ങമൂടനെ സബ്സ്ക്രൈബ് ചെയ്യുക എല്ലാവരും. പിന്നെ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ അങ്ങനെ പറയുക. അതിനിടയിൽ അതുണ്ടെന്ന് എന്നെ എങ്ങനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ്റുക? ഇത് ലൈവ് പോയിക്കൊണ്ടിരിക്കല്ലേ. അതാണ് എൻ്റെ അവസ്ഥ. സമാധാനം ഉണ്ട് എല്ലാത്തിനും. ഭാരതം അത് നമുക്ക് തിരിച്ചു പിടിക്കണം. 1 മിനിറ്റ് കൊണ്ടെങ്കിൽ 1 മിനിറ്റ്. ഒഫീഷ്യൽ ഡിക്ലറേഷൻ ഓഫ് ഹിന്ദുരാഷ്ട്ര. ഹിന്ദുരാഷ്ട്ര ഈസ് ഈക്വൽ ടു ധർമ്മരാഷ്ട്ര. ധർമ്മരാഷ്ട്ര ഈസ് ഈക്വൽ ടു സോഷ്യലിസം. താങ്ക് യു.